വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുമ്പോൾ നാട് പുഞ്ചിരിക്കുകയാണ്. പതിറ്റാണ്ടുകളായുള്ള തൃത്താലക്കാരുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് സ്വന്തം നാട്ടിൽ ഗവൺമെന്റ് IT യാഥാർത്ഥ്യമായതോടെ തൃത്താലയിലെ രക്ഷിതാക്കളും വിദ്യാർത്ഥികളുമെല്ലാം വലിയ ഹാപ്പിയിലാണ്. ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. കാരണം ഇവിടെ അടുത്ത് തന്നെ ഞങ്ങൾക്ക് പോയി വരാൻ ഭയങ്കര എളുപ്പമാണ്. പിന്നെ ഒരു ഗവൺമെൻറ് സ്ഥാപനമാണ്. ഞങ്ങൾക്ക് അതിനുള്ളൊരു പ്രൗഡ് ഞങ്ങൾക്ക് എന്തായാലും ഉണ്ട്. ഇതൊരു പ്രൈവറ്റായിട്ട് പഠിക്കണമെങ്കിൽ അത്യാവശ്യം നല്ല ഫണ്ട് ഉണ്ട്. ആ സ്ഥാനത്ത് ഒരു ഫണ്ടും ഇല്ലാണ്ട് നമുക്ക് സ്റ്റേഫൻഡോട് കൂടിയിട്ടാണ് ഇവിടെ പഠിക്കാൻ പറ്റുന്നത്. അത് അത്രയും ഉപകാരമുള്ള കാര്യമല്ലേ? എടുത്തിട്ട് കുഴപ്പമില്ല, അധികം ദൂരത്തേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃത്താല ഗവൺമെന്റ് ITI കോളേജിലാണ്. താൽക്കാലിക കെട്ടിടത്തിലാണെങ്കിൽ പോലും തൃത്താലക്കാരുടെ പതിറ്റാണ്ടുകളായുള്ള സ്വപ്നമായിരുന്നു ഈ കാണുന്ന ഗവൺമെന്റ് ITI കോളേജ്. ITI വിദ്യാഭ്യാസം നടത്തുവാനായി അയൽ ജില്ലകളിൽ പോകേണ്ടി വന്ന അവസ്ഥയിൽ നിന്നും ഇപ്പോൾ തൃത്താലയ്ക്ക് സ്വന്തമായിട്ട് ഒരു ITI കോളേജ് കിട്ടിയിരിക്കുകയാണ്. തൃത്താലയെ ഒരു വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുന്നതിൽ ഈ ഗവൺമെന്റ് ITI കോളേജ് നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. വികസനത്തിന്റെ പുതിയ മാറ്റങ്ങൾ തൊട്ടറിഞ്ഞ തൃത്താലയിൽ നാഗലശ്ശേരി ഗവൺമെന്റ് ITI വിദ്യാഭ്യാസ മേഖലയിലെ മറ്റൊരു അഭിമാന നേട്ടമാവുകയാണ്. നേരത്തെ ITI പഠനത്തിനായി അയൽ ജില്ലകളെയും ദൂരപ്രദേശങ്ങളെയും ആശ്രയിച്ചിരുന്ന വിദ്യാർത്ഥികൾക്ക് ഇനി സ്വന്തം നാട്ടിൽ തന്നെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നേടാം. നിലവിൽ വെള്ളിയാങ്കല്ലിലെ ഇറിഗേഷൻ വകുപ്പ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ITIയിൽ നിരവധി വിദ്യാർത്ഥികളാണ് വിവിധ കോഴ്സുകളിൽ പഠനം നടത്തുന്നത്. സ്വന്തം നാട്ടിൽ പഠിക്കാനുള്ള സൗകര്യം ഒരുങ്ങിയതോടെ വലിയൊരു സാമ്പത്തിക ബാധ്യതയും യാത്രാക്ലേശവുമാണ് ഇതോടെ ഇല്ലാതായത്. അപ്പോൾ തൃത്താലയ്ക്ക് ഇപ്പോൾ സ്വന്തമായിട്ട് ഒരു ഗവൺമെന്റ് ITI കോളേജ് കിട്ടിയിരിക്കുകയാണ്. ആസ് എ സ്റ്റുഡൻറ് ഇതിലുള്ള അഭിപ്രായവും സന്തോഷം എത്രത്തോളം ഉണ്ടെന്ന് പറയാമോ? ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. കാരണം ഇവിടെ അടുത്ത് തന്നെ ഞങ്ങൾക്ക് പോയി വരാൻ ഭയങ്കര എളുപ്പമാണ്. പിന്നെ ഒരു ഗവൺമെൻറ് സ്ഥാപനമാണ്. ഞങ്ങൾക്ക് അതിനുള്ളൊരു പ്രൗഡ് ഞങ്ങൾക്ക് എന്തായാലും ഉണ്ട്. വളരെയധികം സന്തോഷമുള്ളൊരു കാര്യം കൂടിയാണ് ഇവിടെ തൃത്താല MLA ആയിട്ടുണ്ടായിരുന്ന നമ്മളെ മന്ത്രി കൂടിയായിട്ടുള്ള MP രാജേഷ് സാർ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അടുത്തായിട്ട് ഇപ്പോൾ നമ്മളുടെ മലമ്പുഴ ITI, അതുപോലെ കുറച്ച് ദൂര സ്ഥലങ്ങളിലാണ് ഈ ITI പോലുള്ള ഇതുള്ളത്. അതിനെ തുടർന്ന് ഇവിടുത്തെ ഈ ഒരു ഭാഗങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ITI എന്നൊരു സംഭവം എന്താന്ന് പോലും അറിയാത്തൊരു കാലഘട്ടത്തിലാണ് ഇവിടെ കാര്യങ്ങൾ പോകുന്നത്. ഇവിടുത്തെ നാട്ടുകാർക്കൊന്നും പറഞ്ഞാൽ ITI എന്ന് പറയുന്നത് എന്താണ് അങ്ങനത്തെ അറിയാത്ത കുറേ പേരുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടൊരു സംഭവം ITI എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നത് ഇത് നമ്മൾ MP രാജേഷ് സാറാണ്. അത് വളരെയധികം സന്തോഷവും ഞങ്ങളിവിടെ ITIയിലത്തെ എല്ലാവർക്കും ഉണ്ട്. നിരവധി വീട്ടമ്മമാർക്കാണെങ്കിലും പ്രായം കൂടിയവർക്കാണെങ്കിലും പ്രായപരിധി ഇല്ലാത്ത കാരണം എല്ലാവരും വന്ന് പഠിച്ചു പോകുന്നൊരു സ്ഥാപനമാണ്. പിന്നെ ഇവിടെ 4 കോഴ്സാണ് ഇപ്പോൾ ഉള്ളത്. ഇൻഫർമേഷൻ ടെക്നോളജി, ക്രാഫ്റ്റ്മാൻ സിവിൽ, 3D പ്രിൻറ്റിങ്, കമ്പ്യൂട്ടർ എംബ്രോയ്ഡറി. ഈ കോഴ്സുകളിൽ പഠിക്കാനായിട്ട് 150-ൽ പരം വിദ്യാർത്ഥികൾ ഇപ്പോൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ താൽക്കാലിക കെട്ടിടത്തിലാണുള്ളത്. എന്നിരുന്നാലും തുടങ്ങിയ ഒരു പ്രയാസങ്ങളൊന്നും ഇല്ല, ഞങ്ങളങ്ങനെ അറിയിച്ചിട്ടില്ല. ഈ ഒരു ഗവൺമെൻറ് ആണെങ്കിലും ഇവിടുത്തെ കഴിഞ്ഞ ഭരണസമിതി ആണെങ്കിലും. ITIയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലപ്പെടുത്തുന്നതിനായി കൂറ്റനാട് വാവന്നൂരിൽ 1.80 ഏക്കറിൽ പുതിയ കെട്ടിടം നിർമ്മിക്കാൻ 2 കോടി രൂപയുടെ ബജറ്റ് വിഹിതം സർക്കാർ അനുവദിച്ചു കഴിഞ്ഞു. മന്ത്രി MP രാജേഷിന്റെ നേതൃത്വത്തിൽ നടന്ന ക്രിയാത്മകമായ ഇടപെടലുകളാണ് ഈ പദ്ധതി വേഗത്തിൽ പ്രാവർത്തികമാക്കിയത്. അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള കെട്ടിടം വരുന്നതോടെ തൃത്താലയുടെ വിദ്യാഭ്യാസ നിലവാരം ഇനിയും ഉയരുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ഇത്രയും അടുത്ത് ഒരു തൊഴിൽ പരിശീലന കേന്ദ്രം ഉണ്ടാവുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ്. ഒരുപാട് ദൂരത്തൊന്നും പോയിട്ട് പഠിക്കാനുള്ള സാഹചര്യത്തിലുള്ള ആളുകളല്ല, കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയിട്ടുള്ള ഒത്തിരി പേര് ഇവിടെ പഠിക്കുന്നുണ്ട്. ഇവിടെ 4 ട്രേഡുകളാണുള്ളത്. അത് വളരെയധികം ഉപകാരമായിട്ട് ആണ് തോന്നുന്നത്. ഞങ്ങൾക്കിപ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് വന്നിട്ട് ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ സംബന്ധിച്ച് ഇവിടെ പഠിക്കാൻ വരിക പറയുന്നത് അത്ര അടുത്തുള്ളൊരു ഇത് കിട്ടുമെന്ന് പറഞ്ഞാൽ അത് അവർക്കൊക്കെ സംബന്ധിച്ച് വളരെ ഗുണമുള്ളൊരു ഇതല്ലേ. അപ്പോൾ ഞങ്ങൾക്കൊക്കെ എന്നെ പോലുള്ളവർക്കൊക്കെ എന്ന് പറയുമ്പോൾ ഒരുപാട് ഇത് കിട്ടി, പഠിക്കാനുള്ളൊരു അവസരം. അതുപോലെ നമുക്ക് സിവിൽ എന്നൊക്കെ പറയുന്ന ഒരു ട്രേഡ് ആകുമ്പോൾ അത്യാവശ്യം ജോലിക്ക് സാധ്യതകളൊക്കെ ഉള്ളതല്ലേ. അതുപോലെ ഒരുപാട് പേർക്ക് ഇതുകൊണ്ട് ഗുണങ്ങൾ ഉണ്ടായി. നമ്മുടെ അഭിപ്രായം പറയും, ഇവിടെ ഈ IT വന്നത് നമ്മുടെ തൃത്താല മണ്ഡലത്തിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. മറ്റ് ദേശമംഗലം അവിടെയൊക്കെ ഉണ്ടായിപ്പോൾ നമ്മളെടുത്തൊരു ഇത് വരുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് പഠിക്കാൻ പിന്നെ 4 ട്രേഡ് ഉണ്ട് ഇവിടെ. അപ്പോൾ എല്ലാവർക്കും ഒരു ഭയങ്കര സൗകര്യമാണ്. പിന്നെ നമ്മുടെ MP രാജേഷാണ് ഇങ്ങനെ ഒരു ഇത് കൊണ്ടുവന്നപ്പോൾ നമുക്ക് പുതിയൊരു ITI തന്നെ ഇവിടെ തുടങ്ങുന്നുണ്ട്. അത് ഭയങ്കര സൗകര്യമാണ്. അത് പണി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ കുട്ടികൾക്ക് എടുത്തുനിന്ന് വരാനും പിന്നെ ഒരുപാട് പുതിയ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനും വളരെയധികം നല്ലൊരു കാര്യമാണ് ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എടുത്ത് ഭയങ്കര
ലോങ് ആണ് ബുദ്ധിമുട്ടാവും. പക്ഷെ ഇത് എടുത്ത് വരാനൊക്കെ പഠിക്കാൻ നമുക്ക് ഒരുപാട് സർട്ടിഫിക്കറ്റ് കിട്ടിയ ജോബ് ഓപ്പർച്യൂണിറ്റി ഇതുണ്ട്, തൊഴിലവസരം ഉണ്ട്. അതിനൊക്കെ നമുക്ക് ഭയങ്കര കാര്യം തന്നെയാണ് ഇങ്ങനെ ഒരു ITI കൊണ്ടുവന്നതും കാര്യങ്ങൾ നടപ്പാക്കുന്നതൊക്കെ. വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിൽ വന്ന ഈ വലിയ മാറ്റം തൃത്താലയിലെ ഓരോ കുടുംബങ്ങളിലും വലിയ സന്തോഷമാണ് പകരുന്നത്. ചുരുക്കത്തിൽ നാടിന്റെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞുള്ള വികസന പ്രവർത്തനങ്ങൾ എത്തുമ്പോൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒരേ സ്വരത്തിൽ പറയുകയാണ് തൃത്താല ഹാപ്പിയാണ്. ഞങ്ങൾക്ക് വളരെ നല്ലൊരു ഉപകാരമാണ് ഈ ITI. കാരണം ഞങ്ങളിപ്പോൾ ഈ അടുത്തുള്ളവർക്കൊക്കെ മലമ്പുഴ അവിടെ ഇവിടെയൊക്കെ പോയി പഠിക്കേണ്ട ഒരവസ്ഥ ഇല്ല. നമ്മുടെ തൊട്ടടുത്ത് ഒരു ITI ഉണ്ടല്ലോ. അപ്പോൾ അതേമാതിരി തന്നെ ഇപ്പോൾ പ്രായം കഴിഞ്ഞവർക്ക് സുഖമായിട്ട് പഠിക്കാൻ പറ്റി. അതിൽ ഞങ്ങൾ നമ്മുടെ മന്ത്രിയോട് നന്ദി പറയുകയാണ്. കാരണം ഈ അടുത്തുള്ള പരിസരത്തുള്ള കുട്ടികൾക്കൊക്കെ ഭാവിക്കൊരു ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവിടെ വന്നത്. അതിന് മന്ത്രിയോട് നന്ദി പറയുകയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു കടപ്പാടുണ്ടാവും. പിന്നെ വളരെ നല്ലൊരു ITI ആണ്. അപ്പോൾ ഉപകാരമുള്ള ട്രേഡുകളാണ്. ബാക്കിയുള്ളവിടുത്തെ എൻജിനീയറിങ് ഇതുപോലെ ഇതാകുമ്പോഴേക്കും ഇവിടെ IT, സിവില്, പിന്നെ 3D പ്രിൻറ്റിങ്, ഭാവിക്ക് വരുന്ന ജോലി സാധ്യതയുള്ള കോഴ്സുകളാണ് ഇവിടെ ഇപ്പോൾ പഠിപ്പിക്കുന്നത് നിലവിലുള്ളത്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ ITI കൊണ്ട്. അഭിപ്രായം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ITI ഇവിടെ സ്റ്റാർട്ട് ചെയ്യണതും അതുപോലെ തന്നെ ഇവിടെ അടുത്തുള്ളതും ദൂരമായിട്ടുള്ള കുറേ പേർക്ക് നല്ല ഉപകാരപ്പെടുന്ന രീതിയിൽ ഈ ITI ഇവിടെ വന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലരും ഒരു കോഴ്സ് ചെയ്യാനോ അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഫിനാൻഷ്യലായിട്ട് ബാക്കിൽ നിൽക്കുന്നവരും അങ്ങനെയുള്ള പ്രശ്നങ്ങളായിട്ട് നിൽക്കുന്ന ഒരു ടൈമിൽ ഇപ്പോൾ ഞാനടക്കം എൻ്റെ കോളേജ് കഴിഞ്ഞിട്ട് കുറച്ചൊരു ബ്രേക്കിന് ഇരിക്കുന്ന സമയത്താണ്, വേറെ ഒന്നും ചെയ്യാനൊരു ഓപ്ഷൻ ഇല്ല, അങ്ങനെ ഐഡിയ ഇല്ലാതിരിക്കുന്ന സമയത്താണ് ഇവിടെ ഇങ്ങനെ ഒരു ITI വരുന്ന അറിഞ്ഞതും ആ കോഴ്സിനെ കുറിച്ച് അറിഞ്ഞിവിടെ ഫ്രണ്ട്സ് മുഖാനം അറിഞ്ഞിട്ട് ചേർന്നു. നേരെ ഒന്ന് അഡ്മിഷനൊക്കെ കിട്ടി ചേർന്നു. അതുപോലെ ഇവിടെ തുടങ്ങുമ്പോൾ വെറും 4 ബെഞ്ചും ഡെസ്ക് മാത്രമായിട്ടാണ് നമ്മൾ തുടങ്ങിയത്. അത് ബാക്കിയുള്ള ITIകളിൽ നിന്ന് ഓരോ ഐറ്റംസ് എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വന്ന് ഇവിടെ ഇത്രയും ഡെവലപ്പായി. ഇപ്പോൾ 4 കോഴ്സായി, 2 ബാച്ച് സെക്കൻഡ് ഇയർ ഫസ്റ്റ് ഇയർ അങ്ങനെ ആയിട്ട് 2 ബാച്ചിലൊക്കെ തന്നു. അത് ഭയങ്കര ഉപകാരപ്പെട്ടൊരു കാര്യമാണ്. സന്തോഷമാണ്, വളരെ സന്തോഷമാണ്. ഒരുപാട് പേർക്ക് നല്ല രീതിക്ക് ഉപകാരപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ പറഞ്ഞ പോലെ ഏജ് ലിമിറ്റ് ഇല്ലാത്ത കാരണം കുറേ ചേച്ചിമാരൊക്കെ ഉണ്ട് നമ്മുടെ ക്ലാസ്സിൽ. അങ്ങനെയൊക്കെയുള്ളവർ പഠിക്കാനും വേറെ ഓപ്ഷൻ ഇല്ലാതെ നിന്നവർക്കടക്കം നല്ല രീതിക്ക് ഉപകാരപ്പെട്ടിരിക്കുന്നതാണ് പറയുന്നത്. പണ്ട് നമ്മളൊരു IT കോഴ്സ് പഠിക്കണമെങ്കിൽ പുറത്തൊരു പ്രൈവറ്റായിട്ട് പഠിക്കണമെങ്കിൽ അത്യാവശ്യം നല്ല ഫണ്ട് ഉണ്ട്. ആ സ്ഥാനത്ത് ഒരു ഫണ്ടും ഇല്ലാണ്ട് നമുക്ക് സ്റ്റേഫൻഡോട് കൂടിയിട്ടാണ് ഇവിടെ പഠിക്കാൻ പറ്റുന്നത്. അത് അത്രയും ഉപകാരമുള്ള കാര്യമല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതാണ് നമുക്കിവിടെ കിട്ടിയത്. അതിന് ഭാഗ്യം ലഭിച്ചത്. സന്തോഷമാണ്. സന്തോഷം ആയിടത്തും ഉണ്ട്.